Talakal Chandu. Talakal Chandu, also known as Talakkara Chandu, the tribal chief of Kerala Varma Parshiraja of the Kottayam royal dynasty. He was the head of the Kurichya army in Wayanad. The tribal people were suppressed and humiliated by British officers. Due to this reason, the Kurichya militiamen attacked the British military camp on 11th October 1802, which created a great embarrassment to the British administration in South India. കുറിച്ചത്തറവാട്ടിൻ ഓമനുണ്ണി വയനാടൻ ചൂരങ്ങളിൽ കാവൽക്കാരൻ അമ്പേത്തും ഓളിപ്പോരും യുദ്ധതന്ത്രം കുറിച്ചർപ്പടയുടെ പടത്തലവൻ. മുത്തശ്ശി ആരെ കുറിച്ചാ പാടുന്നത്? അതോ, അവനൊരു ധീരനാണ്, യോദ്ധാവ്, യുദ്ധതന്ത്രങ്ങളിൽ അഗ്രഗണ്യൻ. അവന്റെ പൊയ്ത്ത് എതിരാളികൾക്ക് അമ്പരപ്പാണ്. ആയുധം കയ്യിലെടുത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് അലറി വിളിച്ചുകൊണ്ട് അവൻ പാഞ്ഞെടുത്തു. അയ്യോ, പേടിപ്പിക്കാതെ മുത്തശ്ശി. ഭയക്കേണ്ട കണ്ണ, അവനൊരു വീരപുരുഷനാണ്, കാട് കളിത്തൊട്ടിലാക്കിയ ധീരൻ. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ തുടക്കക്കാരനായ സ്വാതന്ത്ര്യ സമര പോരാളി. ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ ജനഹൃദയങ്ങളുടെ നെഞ്ചിൽ അവൻ ഇപ്പോഴും ജീവിക്കുന്നു. കൊള്ളാലോ, എനിക്കൊന്ന് കാണിച്ചു തരുമോ ആ വീരനെ? അത് ദാ ആ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രം കണ്ടോ? അതാ നക്ഷത്രം കാട്ടിയിട്ട് അതാണെന്നോ? ഈ മുത്തശ്ശിക്ക് ഒന്നും അറിയില്ല. ഉണ്ണി, ഇങ്ങ് വാ, പറയട്ടെ, നിൽക്ക് ഉണ്ണി. മലവാഴൂ മലവാഴൂ
പെരുമഴ കാടിനടുവിലെ വേടത്തൊടിയുടെ താളം ഭൂമി പെറ്റ കാറ്റിൽ കോഴമഞ്ഞിൻ കൊട്ടാരം ആമ്പും കൊമ്പും കൊമ്പം കാറ്റും കുമ്പപ്പാട്ടും മേളം Chandu! Who's that violent pig who caused all the losses? I want him alive or dead. ചന്തു, ആരാണ് ആ ഇന്ത്യൻ വന്യമൃഗം? ഈ നഷ്ടങ്ങൾക്കെല്ലാം കാരണക്കാരൻ. എനിക്കവനെ വേണം, ജീവനോടെയോ അല്ലാതെയോ. My smart boys, Captain Dixon, Maxwell and the soldiers. ശരിയാണ് വൈസ്രോയ് അവിടുന്ന് പറഞ്ഞത്. പഴശ്ശിയുടെ കള്ളപ്പട്ടാളമായി കാടന്മാർ നിങ്ങളുടെ അല്ല നമ്മുടെ പട്ടാളക്കാരെ കൊന്നൊടുക്കുകയാണ്. What? Parase? Bullshit! Sir, he says that the jungles are killing our soldiers as wild army of Parshi Raja. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ബോധനിലാപ്പാൽ കറന്നു മാമുനിമാർ തപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ
ഞാൻ വീര കേരളവർമ്മ പഴശ്ശിരാജ നമ്മുടെ നാടിനെ വെട്ടിമുറിക്കാൻ വന്ന വിദേശ ശക്തികളെ എതിരിടാൻ നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് എന്റെ ബലം. എന്റെ പ്രിയ ചങ്ങാതിയായ എടച്ചേരി കുങ്കനൊപ്പം തോളോട് തോൾ ചേർന്ന് വയനാടൻ കാടുകളുടെ ഉശിരും ഉയിരും പുറത്തെടുത്ത് പെരിയയിലും പുളിഞ്ഞിലാലും സഹോദരൻ തലക്കൽ ചന്തുവും നാരി ശൗര്യത്തിന് അലങ്കാരമായ അവന്റെ തോളൊപ്പം നിന്ന് പോരാടുന്ന നീലിപ്പെണ്ണ്, ഈ മണ്ണിന്റെ നന്മയിൽ കുതിർന്ന കുറിച്ച സഹോദരരെ, രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ അഖണ്ഡതയ്ക്കാണ് യുദ്ധം. പെറ്റ നാടിന്റെ മാനതയാണ് ഈ കാവൽ. കൈയുയർത്തി പോരാടുക, വീരോടെ പോരാടി ജയിക്കുക. 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 വീരോടെ പോരാടി നാടിന്റെ നായകനൊപ്പം കാടിന്റെ ധീരന്മാരും അണിനിരന്ന അനവധി ഏറ്റുമുട്ടലുകൾ വയനാടൻ കാടുകളിൽ തുടർന്നു. 1805 പുലപ്പള്ളി കേന്ദ്രീകരിച്ചു നടന്ന അതിശക്തമായ പോരാട്ടത്തിൽ ചന്തുവും കൂട്ടരും പൊന്നുതമ്പുരാനായ പഴശ്ശിയെ വീരോചിതമായി സംരക്ഷിച്ചു. എന്നാൽ നാടുവാഴുക, നഗരം വാഴുക, വീടുവാഴുക, വിരുദം വാഴുക, കാടുവാഴുക, കണ്ടം വാഴുക, തലയ്ക്കൽ ചന്തുവും ഉയർന്നു വാഴുക, ഇല്ലം നിറയുക, വള്ളം നിറയുക, മണ്ണു വാഴുക, മരവും വാഴുക, വെള്ളം വാഴുക, വായുവും വാഴുക, തലയ്ക്കൽ ചന്തുവും ഉയർന്നു വാഴുക, കല്ലു വാഴുക, പുല്ലും വാഴുക, പൂവും വാഴുക, മണവും വാഴുക, പാട്ടുവാഴുക, ഈണം വാഴുക, തലയ്ക്കൽ ചന്തുവും ഉയർന്നു വാഴുക, അരങ്ങു വാഴുക, പന്തലും വാഴുക, നാടൊരുങ്ങാൻ പൊലിയുക പൊലിയുക, തലയ്ക്കൽ ചന്തുവും ഉയർന്നു വാഴുക, നാടു വാഴുക, നഗരം വാഴുക. Where is your savior, Parasi? See, Chandu, I will give you a chance. Take one to where the Parasi is. I will give you your life back. Promise. തലയ്ക്കൽ ചന്തു ഒടുക്കം വൈസ്രോയമാന്റെ ദയ വേണ്ടി വന്നു ജീവൻ തിരികെ കിട്ടാൻ. പറയടാ, പഴശ്ശി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? പറ, എനിക്ക് രക്ഷപ്പെടാം. പറയടാ. പിച്ച കാശിന് വേണ്ടി നാടിനെ ഒറ്റിക്കൊടുക്കുന്ന നായെ, നീ എനിക്ക് വിലയിടുന്നു. ഭീരുക്കൾക്ക് 1000 മരണം, ധീരന് അതൊരൊറ്റ തവണയുള്ളൂ. വീര കേരള പഴശ്ശിരാജ തമ്പുരാൻ തക്കം പാർത്തിരിക്കുകയാണെന്നും തിരിച്ചടി താൻ കിട്ടുമെന്നുമുള്ള നിന്റെയൊക്കെ ഭയമുണ്ടല്ലോ. അതാണ് പഴശ്ശിയുടെ ആദ്യ ജയം. നിൽക്കുന്നുവെങ്കിൽ സിംഹത്തിന്റെ കൂടെ നിൽക്ക്. മേന്നെ നേരും നെറിയുമില്ലാതെ നായ്ക്കൾക്ക് വാലാട്ടാതെ. വിഡ്ഢി, ചത്തു തൊലയാൻ വിധിയുള്ളവന് ആർക്ക് രക്ഷിക്കാനാകും? കയറിടുക ഈ ദേശദ്രോഹിക്ക്.
വയനാടൻ മണ്ണിലല്ല സായിപ്പേ, ആത്മാഭിമാനമുള്ള ജനതയുടെ നെഞ്ചിലാണ് ചന്തുവിന്റെ സ്ഥാനം. എന്റെ കുലദൈവങ്ങളെ, എന്നെ ഞാനാക്കിയ എന്റെ മണ്ണെ, വീര കേരള പഴശ്ശിരാജ തമ്പുരാന്റെ ഒപ്പം നിന്ന് പോരാടാൻ ഒരല്പകാലം കൂടി എനിക്ക് തന്നില്ലല്ലോ. എനിക്ക് പകരം 1000 ചന്തുമാർ സ്വാതന്ത്ര്യത്തിന്റെ ജിഹ്വകളായി ഈ നാട്ടിൽ ഉയരട്ടെ. മുത്തശ്ശി, ഇപ്പൊ എനിക്ക് അധീരനായ തലക്കൽ ചന്തുവിനെ കാണാൻ പറ്റുന്നുണ്ട്. ചന്തുവിന്റെ അരികിലുള്ളത് നീലി നക്ഷത്രമല്ലേ? രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പഴശ്ശി തമ്പുരാൻ. എനിക്ക് വലുതാവുമ്പോൾ കുരിച്ചേർപ്പാട തലവൻ ചന്തുവിനെ പോലെ ഒരു പോരാളിയാവണം. നമ്മുടെ നാടിനെ കാക്കുന്ന ധീരനായ ഒരു പട്ടാളക്കാരൻ.